Hi friends, welcome to our channel Just for a Guide. സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ പാർട്ട് 2 ആണിത്. നമ്മൾ പാർട്ട് 1-ൽ 1 മുതൽ 3 പാരഗ്രാഫ് വരെ നമ്മൾ പഠിച്ചു. ഇനി 4-ാം പാരഗ്രാഫാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. In May, close to graduation, spring fever had struck as usual with a vengeance. In May, മെയ് മാസം ആയപ്പോഴേക്കും ക്ലോസ് ടു ഗ്രാജുവേഷൻ, അതായത് ഗ്രാജുവേഷൻ എന്നുദ്ദേശിക്കുന്നത് നമ്മൾ കണ്ടു 8th ഗ്രാജുവേഷനാണ്. 8th ക്ലാസ് പാസ് ഔട്ടായിട്ട് പോകുന്ന ആ ഒരു ടൈമാണ്. അപ്പോൾ അതിനോട് അടുക്കുകയാണ്, ആ കാലഘട്ടത്തോട്, ഈ 8th ഗ്രേഡ് കഴിയുന്ന ആ സമയത്തോട് അടുക്കുകയാണ്. സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻസ്. സ്പ്രിംഗ് ഫീവർ മീൻസ് ദ ഫീലിംഗ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഫെൽറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ്. സ്പ്രിംഗ് സീസൺ ആവുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു തരം അസ്വസ്ഥത അല്ലെങ്കിൽ എക്സൈറ്റ്മെൻറ്റ്, അത് മാനസികമായിട്ടാകാം ശാരീരികമായിട്ടാവാം. അപ്പോൾ ആ ഒരു അസ്വസ്ഥതയ്ക്കാണ് സ്പ്രിംഗ് ഫീവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ് ഫീവർ അവരെ വല്ലാതെ അങ്ങ് ബാധിച്ചു. സ്ട്രക്ക് എന്ന് പറഞ്ഞാൽ ബാധിച്ചു. അതായത് യൂറോപ്പ് ഹാസ് 4 ഡിസ്റ്റിങ്ക്റ്റ് സീസൺസ്. യൂറോപ്യൻ കൺട്രീസിൽ പ്രധാനമായിട്ടും 4 സീസൺസാണ് ഉള്ളത്. അത് സ്പ്രിംഗ് സീസൺ, സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ വസന്തകാലം, സമ്മർ സീസൺ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, ഓട്ടം എന്ന് പറഞ്ഞാൽ ശരത്കാലം, പിന്നീട് വിൻ്ററാണ് വരുന്നത്, അത് ശൈത്യകാലം. അപ്പോൾ ശൈത്യകാലത്തിന് ശേഷം അത് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നിന്നും സ്പ്രിംഗ് സീസണിലേക്ക് വരികയാണ്. മാർച്ച് ടു മെയ് ആണ് സ്പ്രിങ്, അതുപോലെ തന്നെ ജൂൺ ടു ഓഗസ്റ്റ് ആണ് സമ്മർ, സെപ്റ്റംബർ ടു നവംബർ ആണ് ഓട്ടം സീസൺ വരുന്നത്, പിന്നീട് വിൻ്റർ സീസൺ ഡിസംബർ ടു ഫെബ്രുവരി. അപ്പോൾ അതിന് ശേഷം വരുന്നതാണ് സ്പ്രിംഗ് സീസൺ. അപ്പോൾ ഈ കാലാവസ്ഥ ചേഞ്ചിനനുസരിച്ച് മാനസികമായും ശാരീരികമായിട്ടും വരുന്ന ഒരു ബുദ്ധിമുട്ടുകൾ എന്ത് ചെയ്യാണ്, അവരധികം ബാധിക്കുകയാണ്. ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻസ്. വെഞ്ചൻസ് ഈസ് ആൻ ഇഡിയം, മീൻസ് ടു ഡു സംതിങ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, എക്സ്ട്രീം എനർജി. അതായത് അതിൻ്റെ ആ എക്സ്ട്രീം എനർജിയിൽ അത് അവർക്ക് അഫക്റ്റ് ചെയ്തു, അവരെ ബാധിച്ചു. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്. നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ. ഒരു ശ്രദ്ധയും, ഒരു തരത്തിലുള്ള ശ്രദ്ധയും ആ ക്ലാസ്സിലുള്ള ആർക്കും തന്നെ അവിടെ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. അവർ ആ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അവരെന്താണ് ചെയ്തത്? വി സ്റ്റേഡ് ഔട്ട് ഓഫ് ദി വിൻഡോസ്. അവർ സ്റ്റേഡ് എന്ന് പറഞ്ഞാൽ ലുക്ക്. അപ്പോൾ പുറത്തേക്ക് അവർ വിൻഡോസിൻ്റെ പുറത്തേക്ക്, ജനലിൻ്റെ പുറത്തേക്ക് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ് ഈച്ച് അതർ, പരസ്പരവും അവർ നോക്കുന്നുണ്ട്. വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂൾ. അവരുടെ ആവശ്യം എന്താണ്? ഇനി ആ 8th ഗ്രേഡ് ഗ്രാജുവേഷൻ എത്താൻ കുറച്ച് ആഴ്ചകൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോവണേ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഐ ഡെസ്പയർഡ് എവറി ടൈം ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ. ഞാൻ എപ്പോഴൊക്കെ കണ്ണാടിയിൽ നോക്കുന്നുവോ ആ സമയത്തൊക്കെ ഞാൻ വളരെ ഡെസ്പാവുകയാണ്, നിരാശനാവുകയാണ്. പെൻസിൽ തിൻ, നോട്ട് എ കർവ് എനിവെയർ. അതായത് അവൾക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിരാശ തോന്നാനുള്ള കാരണം എന്താണ്? പെൻസിൽ തിൻ, അവൾ വളരെ മെലിഞ്ഞ പ്രകൃതമുള്ളവളാണ്. നോട്ട് എ കർവ് എനിവെയർ, സ്റ്റഡിയായിട്ട് അങ്ങനെ നീണ്ട് മെലിഞ്ഞിരിക്കുന്ന ഒരു ശരീരപ്രകൃതമാണ് ആർക്കുള്ളത്? മാർത്തയ്ക്കുള്ളത്. ഐ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിംഗ് ബീൻ ആൻഡ് ഐ ന്യൂ ദാറ്റ്സ് വാട്ട് ഐ ലുക്ക് ലൈക്ക്. അതുകൊണ്ട് അവളെ തന്നെ എന്താണ് വിളിക്കുന്നത്? ബീൻ പോൾ. ബീൻ പോൾ എന്ന് വെച്ചാൽ എന്താണ്? എ സ്റ്റിക്ക് ഫോർ സപ്പോർട്ടിങ് ബീൻ പ്ലാന്റ്സ്. ഈ പയറ് ചെടികൾക്ക് ഒരു സ്റ്റിക്ക് കുത്തി കൊടുക്കും, അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്, കാറ്റിലൊന്നും ഉലഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടാവും. ആ സ്റ്റിക്ക് എന്നാണ് ബീൻ പോൾ എന്ന് പറഞ്ഞാൽ ആ സ്റ്റിക്കിനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവളെ തന്നെ എന്താണ് വിളിക്കുന്നത്? ബീൻ പോൾ ആൻഡ് സ്ട്രിംഗ് ബീൻ. സ്ട്രിംഗ് ബീൻ എന്ന് പറഞ്ഞാൽ പയറിന് തന്നെയാണ് സ്ട്രിംഗ് ബീൻ എന്ന് പറയുന്നത്. അവൾക്കറിയാം, അപ്പോൾ അവൾ അതുപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അവൾ
എന്താണ് സ്വയം വിളിച്ചത്? ബീൻ പോൾ എന്നും അതുപോലെ തന്നെ സ്ട്രിങ് ബീൻ എന്നും അവളെ തന്നെ അങ്ങ് വിളിച്ചു. ദാറ്റ് റിയലി വാസൻറ്റ് മച്ച് ഫോർ എ 14-year-old ടു വർക്ക് വിത്ത്. 14 വയസ്സുകാരിക്ക് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാനില്ലായിരുന്നു. ഐ തോട്ട്, അതായത് അങ്ങനെ അവൾ മെലിഞ്ഞതായതുകൊണ്ട് അവൾ തന്നെ അങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു. അതിൽ കൂടുതലൊന്നും അവൾക്ക് ചെയ്യാനില്ല. ഐ തോട്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആസ് ഐ ആബ്സെൻറ്റ് മൈൻഡഡ്ലി വാണ്ടേഡ് ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദി ജിം. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ആബ്സെൻറ്റ് മൈൻഡഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? പരിസരബോധമില്ലാതെ, വാണ്ടേഡ് അലഞ്ഞു തിരിയുക, അങ്ങ് അലഞ്ഞുകൊണ്ട് എങ്ങോട്ടേക്കാണ് പോയത്? ഫ്രം മൈ ഹിസ്റ്ററി ക്ലാസ് ടു ദി ജിം ക്ലാസ്സിലേക്ക്. ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്നും ജിം ക്ലാസ്സിലേക്ക് ആര് പോകുന്നു? മാർത്ത പോയിക്കൊണ്ടിരിക്കുന്നു. അനദർ ഹവർ ഓഫ് സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്. അപ്പോൾ ഇനി അടുത്ത മണിക്കൂറുകൾ വരുന്നത് എന്താണ്? സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ. സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിയർക്കുക. ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ഇനി ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ട് വിയർക്കാനുള്ളതാണ്. ആൻഡ് ഡിസ്പ്ലേയിങ്, അത് മാത്രമല്ല, ഡിസ്പ്ലേയിങ് മീൻസ് ഷോയിങ്. മൈ ടൂത്ത് പിക്ക് ലെഗ്സ് വാസ് കമ്മിങ് അപ്പ്. ബാസ്കറ്റ് ബോൾ കളിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും? ടൂത്ത് പിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലിൽ കുത്തുന്ന ചെറിയ മരക്കമ്പിനാണ് ടൂത്ത് പിക്ക് എന്ന് പറയുന്നത്. അപ്പം മരക്കമ്പ് പോലുള്ള മെലിഞ്ഞ ചെറിയൊരു എന്താ പറയുക, ചുള്ളിക്കമ്പ് പോലുള്ള ലെഗ്സ് അവിടെ അവൾക്ക് പ്രദർശിപ്പിക്കേണ്ടി വരും. ദെൻ ഐ റിമെമ്പേർഡ് മൈ PE ഷോർട്സ് were still in a bag under my desk where I had forgotten them. ആ സമയത്താണ് ഞാൻ ഓർത്തത്. ഐ റിമെമ്പേർഡ് മൈ PE മീൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഷോർട്സ് ട്രൗസേഴ്സ് were still in a bag. ഇപ്പോഴും അതെവിടെയാണ്? എൻ്റെ ബാഗിലാണ്. അണ്ടർ മൈ ഡെസ്ക്, ഞാൻ ആ ഡെസ്കിൻ്റെ താഴെ വെച്ചിട്ടുള്ള ആ ബാഗിനകത്താണ് മൈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഷോർട്സ് ഉള്ളത്. വേർ ഐ ഹാഡ് ഫോർഗോട്ടൺ മറന്നു, ഞാനതെടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഐ ഹാഡ് ടു വാക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് ദം. ഇനി അത് തിരിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത്രയും ദൂരം നടന്നതുപോലെ തന്നെ ഞാൻ തിരിച്ച് നടക്കേണ്ടിയിരിക്കുന്നു. കോച്ച് Thompson was a real bear if someone wasn't dressed for physical education. കോച്ച് തോംസൺ, അപ്പോൾ ഇവരെ ബാസ്കറ്റ് ബോൾ പഠിപ്പിക്കുന്ന കോച്ച് തോംസൺ ആണ്. അദ്ദേഹം എന്തായിട്ട് മാറും എന്ന് പറയുന്നത്? റിയൽ ബെയർ എന്ന് പറഞ്ഞാൽ കരടിയാണ്. പക്ഷേ ഇവിടെ എന്താണ്? അദ്ദേഹം വളരെ അരഗൻ്റായിട്ട്, ഗൗരവക്കാരനായിട്ട് മാറും. എപ്പോൾ? ഇഫ് സമ്മൺ വാസ് ഇൻട്രസ്റ്റഡ് ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ആ പ്രോപ്പർ ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ല ദേഷ്യം വരും. ഷീ ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മ ഇൻ ടു ലെറ്റിംഗ് മീ ജോയിൻ ദ ടീം വൺസ്. ഒരിക്കൽ അദ്ദേഹം എൻ്റെ ഗ്രാൻഡ്മയോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ബാസ്കറ്റ് ബോളിൽ അവളെ ഫോർവേഡ് ചെയ്യണമെന്ന്, അവളെ അതിനകത്ത് ചേരണമെന്ന്, അതിനകത്ത് അവൾക്ക് നല്ല കഴിവ് തെളിയിക്കാൻ സാധിക്കുമെന്നൊക്കെ അദ്ദേഹം അവരൊരു ദിവസം ഗ്രാൻഡ്മയോട് സംസാരിച്ചിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സെഡ് നോ. തീർച്ചയായിട്ടും ഗ്രാൻഡ്മ എന്ത് പറഞ്ഞു? അവളെ ചേർക്കണ്ട, നോ എന്നാണ് പറഞ്ഞത്. നമ്മൾ 3ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞു എന്താണ്? സ്കൂൾ സ്പോർട്സിൽ ഐറ്റംസിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒത്തിരി കോസ്റ്റ് ആവും, അവർക്കത് എഫോർഡ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മയ്ക്ക് സമ്മതമല്ലായിരുന്നു ബാസ്കറ്റ് ബോളിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഐ വാസ് ഓൾമോസ്റ്റ് ബാക്ക് അറ്റ് മൈ classroom door when I heard voices raised in anger as if in some sort of argument. I was almost back at my classroom. അതായത് ആ ക്ലാസ് റൂം ഡോറിൻ്റെ അടുത്ത് ബാക്കിലെത്തിയപ്പോഴേക്കും when I heard voices raised എന്ന് പറഞ്ഞാൽ ഉയർന്ന ശബ്ദം, ആരോ സംസാരിക്കുകയാണ്. റേസ്ഡ് ഇൻ ആങ്കർ, അതായത് ദേഷ്യത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ആസ് എഫ് ഇൻ സം സോർട്ട് ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഒരു തരത്തിൽ ഒരു വാക്ക് തർക്കമാണ്, വാദപ്രതിവാദങ്ങളാണ് അവിടെ നടക്കുന്നത്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ വാക്ക് തർക്കം അല്ലെങ്കിൽ വാദപ്രതിവാദം. ഐ സ്റ്റോപ്ഡ്, ഞാൻ പെട്ടെന്ന് നിന്നു. ഇവിടെ നമ്മുടെ നരേറ്റർ എന്ന് പറയുന്ന മാർത്തയാണ്.
അപ്പോൾ ആ ഷോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഷോർട്സ് എടുക്കാൻ പോകുന്ന വഴിയിൽ ആ ക്ലാസ്സിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ആരോ അവിടെ സംസാരിക്കുന്നതായിട്ട് ദേഷ്യത്തിൽ സംസാരിക്കുന്ന രണ്ട് വ്യക്തികളുണ്ടെന്ന് ഉറപ്പാണ്. കാരണം രണ്ടുപേരും ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. ഐ സ്റ്റോപ്ഡ്. ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവൾ പെട്ടെന്ന് അവിടെ നിന്നു. ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ് ഡ്രോപ്പ്. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റഡ്, നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ് ഡ്രോപ്പ്. ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഓവർഹേർഡ്, ഒളിച്ച് നിന്ന് കേൾക്കുക. അപ്പോൾ എന്താണ് ഐ ഡിഡൻറ്റ് മീൻ ടു ഈവ്സ് ഡ്രോപ്പ്? അതായത് അവൾ ഒളിച്ച് നിന്ന് കേട്ടതല്ല, അത് സ്വമേധയാ എന്താ പറയുക, ഒരു രഹസ്യം കേൾക്കാൻ വേണ്ടി നിന്നതല്ല. ഐ ജസ്റ്റ് ഹെസിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ മടിക്കുക. അവൾക്കത് കേൾക്കുന്നത് തന്നെ ഒരു മടി തോന്നുകയാണ്. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് തന്നെ അവൾക്കൊരു ഹെസിറ്റേറ്റഡായി, മടി തോന്നി. നോട്ട് നോയിങ് വാട്ട് ടു ഡു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഐ നീഡഡ് ദോസ് ഷോർട്സ് ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്, ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് ആൻ ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ മൈ ടീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അവിടെ ആ ആർഗ്യുമെൻ്റ് നടത്തുന്നത് അവളുടെ ടീച്ചേഴ്സാണ്, അവളുടെ തന്നെ അധ്യാപകരാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഐ നീഡഡ് ദോസ് ഷോർട്സ്. ആ ഷോർട്സ് അവൾക്ക് പെട്ടെന്ന് തന്നെ ആ ക്ലാസ് റൂമിൽ നിന്നും ബാഗിൽ നിന്നും എടുക്കണം. ആൻഡ് ഐ വാസ് ഗോയിങ് ടു ബി ലേറ്റ്. അല്ലെങ്കിൽ അവൾക്ക് ആ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് എത്താൻ ഒരുപാട് വൈകും. ബട്ട് ഐ ഡിഡൻറ്റ് വാണ്ട് ടു ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, തടസ്സം നിൽക്കുക. പക്ഷേ ആ ഒരു അവർ തമ്മിൽ നടത്തുന്ന ആ വാദപ്രതിവാദം അല്ലെങ്കിൽ ആ വാക്ക് തർക്കത്തെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ, തടസ്സപ്പെടുത്തുവാൻ അവൾക്ക് തോന്നിയില്ല. റെക്കഗ്നൈസ്ഡ് ദ വോയിസസ്. മിസ്റ്റർ സ്മിത്ത്, മൈ ഹിസ്റ്ററി ടീച്ചർ, ആൻഡ് മിസ്റ്റർ ബോൺ, മൈ മാത്ത് ടീച്ചർ. ഐ റെക്കഗ്നൈസ്ഡ്. മാർത്ത റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു. ദ വോയിസസ്, അവിടെ സംസാരിക്കുന്ന അവളുടെ ടീച്ചേഴ്സാണെന്ന് മനസ്സിലായി. ആ വോയിസ് കേട്ടപ്പോൾ അവൾക്ക് അത് ആരുടെയൊക്കെയാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. മിസ്റ്റർ സ്മിത്ത്, മിസ്റ്റർ സ്മിത്താണ് ഹെർ ഹിസ്റ്ററി ടീച്ചർ, അവളുടെ ഹിസ്റ്ററി ടീച്ചറാണ്. ആൻഡ് മിസ്റ്റർ ബോൺ, അടുത്തത് മിസ്റ്റർ ബോൺ അവളുടെ മാത്സ് ടീച്ചറുമാണ്. They seemed to be arguing about me. അവർ ആർഗ്യൂ ചെയ്യുന്ന വിഷയം എന്നെക്കുറിച്ച് തന്നെയാണെന്ന് ഞാൻ കണ്ടെത്തി. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. അപ്പോൾ അവൾക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് മീ ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദ വോൾ ആസ് ഇഫ് ഐ വെർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ദി ഗ്രാഫിറ്റി റിട്ടൺ ദർ. ഐ കുഡിൻറ്റ് ബിലീവ് ഇറ്റ്. അവൾക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവളെക്കുറിച്ചാണ് ആ ടീച്ചേഴ്സ് പറഞ്ഞ് വാക്ക് തർക്കമുണ്ടാക്കുന്നതെന്ന്. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഫീലിംഗ് ഓഫ് ഷോക്ക് ദാറ്റ് റൂട്ടഡ് മീ. ആ ഒരു ഫീലിംഗ് അവൾക്കുണ്ടാക്കിയ ആ ഒരു ഷോക്ക് അവളെ എങ്ങനെയാണ് ബാധിച്ചതെന്ന് അവൾക്ക് അവൾക്ക് ഓർക്കാൻ സാധിക്കുന്നുണ്ട്. ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദ വോൾ ആസ് ഇഫ് വെർ ട്രൈങ് ടു ബ്ലെൻഡ് ഇൻ വിത്ത് ഗ്രാഫിറ്റി റിട്ടൺ ദെയർ. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചുവരെഴുത്ത്. ആ ചുവരിൽ എഴുതിയിരിക്കുന്ന കുറച്ച് ചുവരെഴുത്തുകളുടെ കൂടെ തന്നെ ബ്ലെൻഡ് ചെയ്യുന്ന വിധത്തിലാണ് അവൾ ആ വോളിനോട് ചാരി നിന്നത്. കാരണം ഈ ഒരു അവളെക്കുറിച്ച് ആർഗ്യൂ ചെയ്യുന്നത് കേട്ടപ്പോഴുള്ള ആ ഫീലിങ്സിൽ അവൾ ആ വോളിനോട് ചേർന്ന് നിന്നു. ഐ റിഫ്യൂസ് ടു ഡു ഇറ്റ്. ഐ ഡോണ്ട് കെയർ who her father is. Her grades don't even begin to compare to Martha's. അതായത് രണ്ട് അധ്യാപകരാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതോ രണ്ട് കുട്ടികളെ കുറിച്ച്, ഒന്ന് മാർത്തയാണ്, ഒന്ന് വേറൊരു കുട്ടിയുമാണ്. അപ്പോൾ ഇവരെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിലൊരു അധ്യാപകൻ പറയുകയാണ് ഐ റിഫ്യൂസ് ടു ഡു ഇറ്റ്. ഞാനത് ചെയ്യില്ല. ഐ ഡോണ്ട് കെയർ ഹൂ ഹെർ ഫാദർ ഈസ്. അതായത് അവളുടെ ഫാദർ ആരാണെന്നൊന്നും എനിക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. അവളുടെ മാർക്ക് മാർത്തയുടെ മാർക്കുമായിട്ട് കമ്പയർ എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. കാരണം മാർത്ത അത്രയും നല്ല ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റാണ്. ഐ വോണ്ട് ലൈ ഓർ ഫാസിഫൈ റെക്കോർഡ്സ്. അപ്പോൾ ആ അധ്യാപകൻ പറയണം ഐ വോണ്ട് ലൈ, എനിക്ക് നുണ പറയാൻ സാധിക്കില്ല.
അല്ലെങ്കിൽ ഫാൾസിഫൈ റെക്കോർഡ്സ് തിരുത്താൻ, വ്യാജമാക്കാൻ. ഫാൾസിഫൈ എന്ന് പറഞ്ഞാൽ എന്താ? വ്യാജരേഖ ചമയ്ക്കുന്നതിനാണ് ഫാൾസിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഫാൾസിഫൈ റെക്കോർഡ്സിൽ തിരുത്താൻ സാധിക്കില്ല. മാർത്ത ഹാസ് എ സ്ട്രൈറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. നിങ്ങൾക്കറിയില്ലേ എന്താണ്? മാർത്ത വളരെ ബ്രില്യൻ സ്റ്റുഡൻ്റാണ്. എല്ലാ വിഷയത്തിനും A+ മേടിക്കുന്ന കുട്ടിയാണ്. ദാറ്റ് വാസ് മിസ്റ്റർ സ്മിത്ത് ആൻഡ് ഹി സൗണ്ടഡ് വെരി ആംഗ്രി. അതാരാണ് സംസാരിക്കുന്നത്? മിസ്റ്റർ സ്മിത്താണ്. അവിടെ ഹിസ്റ്ററി അധ്യാപകരാണ് സംസാരിക്കുന്നത്. അദ്ദേഹം വളരെ ആംഗ്രി, വളരെ ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. മിസ്റ്റർ ബൂൺസ് വോയിസ് സൗണ്ടഡ് കാം ആൻഡ് ക്വയറ്റ്. പക്ഷേ ആ സമയത്ത് മിസ്റ്റർ ബൂൺസ് വോയിസ്, അവരുടെ മാത്സ് ടീച്ചറായിട്ടുള്ള മിസ്റ്റർ ബൂൺസിൻ്റെ വോയിസ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്, വളരെ ശാന്തമാണ്. ലുക്ക്, Joanne's father is not only on the board, he owns the only store in town. We could say it was a close tie and. അപ്പോൾ മിസ്റ്റർ ബൂൺ പറയുവാണ്, ലുക്ക്, നോക്കൂ, ജോനാസ് ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്. ജോൻ, അതായത് മാർത്തയെക്കുറിച്ചും ജോആൻസ് എന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുമാണ് അവർ സംസാരിക്കുന്നത്. ജോആൻസിൻ്റെ ഫാദർ ഒരു റിച്ച് ആണെന്ന് നമുക്കിതിൽ തന്നെ മനസ്സിലാക്കാം. ഫാദർ ഈസ് നോട്ട് ഓൺലി ഓൺ ദ ബോർഡ്, അതായത് ബോർഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ആളായിരിക്കാം. ഹി ഓൺസ് ദ ഓൺലി സ്റ്റോർ ഇൻ ടൗൺ. മാത്രമല്ല, ടൗണിലുള്ള ഒരേ ഒരു സ്റ്റോർ, ഒരേ ഒരു കട എന്ന് പറയുന്നത് അവരുടേതാണ്. അത്രയും റിച്ചാണ് അവർ. വി കുഡ് സേ ഇറ്റ് വാസ് എ ക്ലോസ് ടൈ ആൻഡ്. നമുക്ക് പറയാൻ സാധിക്കും ഒരു പക്ഷേ മാർത്തയുടെയും അതുപോലെ തന്നെ ജോആൻസിൻ്റെയും മാർക്ക് വളരെ ടൈയിൽ വന്നു അല്ലേ? അവർ ഏതാണ്ട് ഒരേ മാർക്കിലാണെന്ന് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ദ പൗണ്ടിങ് ഇൻ മൈ ഇയേഴ്സ് drawn out the rest of the words, only a word here and there filtered through. Martha is Mexican. Resign, won't do it. The pounding in my ears. Pounding എന്ന് പറഞ്ഞാൽ ആഞ്ഞടിക്കുക. എൻ്റെ ഇയേഴ്സ്, എൻ്റെ ചെവികളിൽ ഇങ്ങനെ ആഞ്ഞടിക്കുന്ന ചില ശബ്ദങ്ങൾ, ഇവർ പറയുന്ന ചില വേർഡ്സ്, ചിലതൊക്കെ മുങ്ങിപ്പോകുന്നുണ്ട്. ഡ്രോൺഡ് എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പോവുക. only a word here and there filtered through. ആകെ അവിടെയും ഇവിടെയും പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പിന്നീട് എൻ്റെ ചെവിയിൽ കേൾക്കാൻ സാധിച്ചത്. അതായത് മാർത്തയ്ക്ക് ഇനി അവർ പറയുന്ന കാര്യങ്ങളൊന്നും, അവൾ ഓൾറെഡി ഷോക്കായി. അതുകൊണ്ട് തന്നെ അവൾക്ക് ചില വേർഡ്സ് മാത്രമേ അവളുടെ ചെവിയിൽ കേൾക്കുന്നുള്ളൂ. മാർത്ത ഈസ് മെക്സിക്കൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതായത് മിസ്റ്റർ ബൂൺ പറയുന്നുണ്ട്, മാർത്ത ഈസ് മെക്സിക്കൻ, അവളൊരു മെക്സിക്കനാണ്. റിസൈൻ, വോണ്ട് ഡു ഇറ്റ്, നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ അങ്ങനെ അവർ തമ്മിൽ അങ്ങനെ ഒരു ആർഗ്യൂ നടക്കുവാണ്. മിസ്റ്റർ സ്മിത്ത് കെയിം റഷിങ് ഔട്ട്. മിസ്റ്റർ സ്മിത്ത് വളരെ റഷായിട്ട് വളരെ വേഗത്തിലിങ്ങ് പുറത്തേക്ക് പോന്നു. ആൻഡ് ലക്ലി ഫോർ മീ വെൻറ്റ് ഡൗൺ ദ ഓപ്പോസിറ്റ് വേ ടുവാർഡ്സ് ദ ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിന് ഓപ്പോസിറ്റായിട്ടാണ്, അവൾ നിൽക്കുന്നതിന് ഓപ്പോസിറ്റായിട്ടാണ് മിസ്റ്റർ സ്മിത്ത് നടന്നു പോയത്. സോ ഹി ഡിഡൻറ്റ് സീ മീ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്നെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ എന്നെ കാണാൻ സാധിച്ചില്ല. അവൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്ന് മിസ്റ്റർ സ്മിത്തിന് കാണാൻ സാധിച്ചില്ല. ഷേക്കിംഗ്, I waited a few minutes and then went in and grabbed my bag and fled from the room. Mr. Boone looked up when I came in, but I didn't say anything. Shaking, എന്താണ്, ഒന്ന് തരിച്ചുപോയി. I waited a few minutes. അവൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തു. And then went in and grabbed my bag. അവൾ പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുകയും, ഗ്രാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പിടിച്ച് എടുക്കുക, പെട്ടെന്ന് അങ്ങ് കരസ്ഥമാക്കുക. പെട്ടെന്ന് അവളുടെ ബാഗ് അങ്ങ് എന്താണ് വേഗം അവൾ കൈക്കലാക്കി. ആൻഡ് ഫ്ലഡ് ഫ്രം ദ റൂം. അവൾ ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഓടി. മിസ്റ്റർ ബൂൺ ലുക്ക്ഡ് അപ്പ് വെൻ ഐ കെയിം ഇൻ, ബട്ട് ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്. മിസ്റ്റർ ബൂൺ എന്ത് ചെയ്യാണ്, ഇങ്ങനെ നോക്കി. പക്ഷേ വെൻ ഐ കെയിം ഇൻ, അവൾ ആ റൂമിലേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ കയറിയപ്പോൾ അദ്ദേഹം ഒന്ന് അവളെ നോക്കി. ബട്ട് ഡിഡ്ന്റ് സേ എനിത്തിങ്, പക്ഷേ ഒന്നും തന്നെ പറഞ്ഞില്ല. To this day, I don't remember if I got in trouble in physical education for being late or how I made it through the rest of the afternoon.
എനിക്ക് എന്താണ് ആ ദിവസത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഞാൻ അത്രയും ട്രബിളായിട്ട് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ എത്രയും ട്രബിളായിട്ട് ഇരുന്നതെന്നും അതുപോലെ തന്നെ ആ വൈകുന്നേരം അത്രയും ആഫ്റ്റർനൂണിൽ അത്രയും സമയം ഞാൻ എങ്ങനെയാണ് ചിലവഴിച്ചതെന്നും എനിക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല. ഐ വെൻ ഹോം വെരി സാഡ് ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ് സോ ഗ്രാൻഡ് മദർ വുഡൻറ്റ് ഹിയർ മീ. ഐ വെൻ ഹോം വെരി സാഡ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചത് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ്. ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ്. അതായത് ആ രാത്രിയിൽ ഞാൻ എൻ്റെ പില്ലോയിൽ അമർത്തി എൻ്റെ മുഖം വെച്ച് അല്ലെങ്കിൽ ആ പില്ലോയോട് ചേർത്ത് വെച്ച് ഞാൻ കരഞ്ഞു. സോ അതുകൊണ്ട് ഗ്രാൻഡ് മദർ വുഡൻറ്റ് ഹിയർ മീ. അതുകൊണ്ട് തന്നെ മാർത്ത കരയുന്ന ശബ്ദം ആർക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ കേൾക്കാതെ മാർത്തയ്ക്ക് ആ പില്ലോയോട് ചേർന്ന് കരയാൻ സാധിച്ചു. ആ ഒരു വിഷമം ആരെ അറിയിക്കാതെ, ഗ്രാൻഡ് മദറിനെ അറിയിക്കാതെ അന്നത്തെ ദിവസം അവൾ ചിലവഴിച്ചു. To this day, I don't remember if I got in trouble in physical education for being late or how I made it through the rest of the afternoon. അന്നത്തെ ദിവസത്തെക്കുറിച്ച് അവൾക്ക് ഓർക്കാനും സാധിക്കുന്നില്ല. അന്ന് അത്രയും ലേറ്റ് ആയിട്ട് ആ ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ എത്രത്തോളം ട്രബിൾ അനുഭവിച്ചു എന്നും അതുപോലെ തന്നെ അന്നത്തെ ആ വൈകുന്നേരത്തേക്ക് അവൾ എത്തിച്ചേർന്നത്, അത്രയും സമയം അവൾ എങ്ങനെ അവിടെ വിഷമത്തോടെ ഇരുന്നു എന്നും അവൾക്ക് ഓർക്കാനേ സാധിക്കുന്നില്ല. ഐ വെൻ ഹോം വെരി സാഡ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത് വളരെ വിഷമത്തോടു കൂടിയിട്ടായിരുന്നു. ഐ ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ്. ആ രാത്രിയിൽ ഞാൻ എൻ്റെ പില്ലോ എന്ന് പറഞ്ഞാൽ തലേണോട് ചേർന്ന് കിടന്ന് കരഞ്ഞു. സോ ഗ്രാൻഡ് മദർ വുഡൻറ്റ് ഹിയർ മീ. അതുകൊണ്ട് തന്നെ എൻ്റെ കരച്ചിൽ ആർക്ക് കേൾക്കാൻ സാധിച്ചില്ല? ഗ്രാൻഡ് മദറിനെ കേൾക്കാൻ സാധിച്ചില്ല. പാഠഭാഗത്തുള്ള 3, 4, 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗം അടുത്ത പാർട്ട് 3യിൽ വരുന്നതായിരിക്കും.